ഹേ ഗൈസ്, ഞാൻ ഈസി ആൻഡ് ഇന്ന് ഞാൻ ഒരു ആനിമിനെ പറ്റിയല്ല പറയാൻ പോകുന്നത്, പകരം ഒരു മൂവിനെ പറ്റിയാണ്. ഒരു മലയാളം മൂവി. ഞാനത് കണ്ടിട്ട് വീട്ടിൽ വന്ന് കയറിയതുള്ളൂ. സമയം ഏകദേശം 4 മണി അടുക്കാറായി കേട്ടോ, രാവിലെ. ഈ സമയത്ത് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. സോ മനസ്സിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൃശ്യം 3നെ പറ്റിയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ, നമ്മുടെ ജിത്തു ജോസഫിന്റെ ഒരു കിടിലൻ കോംബോ. സോ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ദൃശ്യം 1 എൻ്റെ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. ദൃശ്യം 2 നമുക്ക് ആർക്കും കാണാൻ പറ്റിയില്ല, അതിനൊരു യോഗമില്ലായിരുന്നു. പക്ഷെ ദൃശ്യം 3യും ഞാൻ അതുപോലെ എൻ്റെ ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ടു. ആൻഡ് സിനിമ ഒരു രക്ഷയില്ല കേട്ടോ. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പോലെ തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ക്ലിയർ ഡ്രാമ തന്നെയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കയറി കഴിയുന്നിടത്താണ് എല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നത്. ട്വിസ്റ്റും ടേൺസും സസ്പെൻസും എല്ലാം തന്നെ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ 2 പാർട്ടിലും കണ്ടത് അതിബുദ്ധിമാനായ ഒരു സാധാരണക്കാരനായ ജോർജ് കുട്ടി കരുക്കൾ നീക്കുന്നതാണെങ്കിൽ ഈ സിനിമയിൽ അത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു യുണീക്നെസ് എനിക്ക് ഫീൽ ചെയ്തു. ഇത് കൂടാതെ കുറച്ചധികം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും. അതൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഈ പടത്തിന്റെ സ്പോയിലേഴ്സിന്റെ കാര്യം. സ്പോയിലേഴ്സ് കിട്ടി പേടിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതായത് ഫസ്റ്റ് പറയുന്ന പോലെ ലാലേട്ടൻ അവരവിടെ കുഴിച്ചിട്ടുണ്ടാ അങ്ങനെ പെട്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് അങ്ങനെ സ്പോയിലേഴ്സ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഈ പടം സിമ്പിൾ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. ബിക്കോസ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളതുണ്ട്. ഒരു മിസ്റ്ററി ത്രില്ലർ ഡ്രാമയാണെങ്കിൽ കൂടി നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റും. ഞാൻ 12 മണിയുടെ ഷോയ്ക്കാണ് പോയത്. പക്ഷേ എനിക്ക് ഉറക്കമേ വന്നില്ല. പടം അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് തന്നെയാണ് ഇത് കൊണ്ടുപോയത്. സോ എനിക്ക് നന്നായിട്ട് വർക്കായി. കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ പലരും പറയുന്നത് കേട്ടു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പടത്തിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പോയിരുന്ന് കാണാം. ബിക്കോസ് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം തന്നെയാണ് ഈ വർഷത്തെ.